നോമ്പുകാലങ്ങളിൽ മൂന്നാറിലെത്തുന്നവരെ കാത്തിരിക്കുന്നത് പ്രകൃതിയുടെ സൗന്ദര്യം മാത്രമല്ല, ഒരു നൂറ്റാണ്ടായി തുടരുന്ന അന്നദാനത്തിന്റെ പുണ്യം കൂടിയാണ്. മൂന്നാർ ജുമാ മസ്ജിദിൽ നിന്നും വിതരണം ചെയ്യുന്ന ഔഷധക്കഞ്ഞി. ജാതി മത ഭേദമന്യേ നിരവധി ആളുകളാണ് ഔഷധക്കഞ്ഞി വാങ്ങാൻ ഈ പള്ളിയിലേക്ക് എത്തുന്നത്. ഉലുവയും വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് പ്രത്യേക കഞ്ഞിയാണ് വിതരണം ചെയ്യുന്നത്. ഉച്ചയ്ക്ക് മുൻപേ കഞ്ഞി തയ്യാറാക്കാൻ തുടങ്ങും. നൂറ്റാണ്ട് മുതൽ മൂന്നാർ ജുമാ മസ്ജിദ് ആരംഭിച്ച കാലം മുതൽ തുടങ്ങിയതാണ് ഔഷധക്കഞ്ഞി വിതരണം. മുൻപ് ഇവിടെ മുസ്ലിം കുടുംബങ്ങൾ വളരെ കുറവായിരുന്നു. പെരുമ്പാവൂർ, കോതമംഗലം, മൂവാറ്റുപുഴ മേഖലയിൽ നിന്നും തമിഴ്നാട്ടിലെ രാജപാളയത്തിൽ നിന്നും മൂന്നാറിലേക്ക് എത്തുന്ന കച്ചവടക്കാരും വാഹനയാത്രക്കാരുമായിരുന്നു ആദ്യകാലത്ത് ഔഷധക്കഞ്ഞി കഴിച്ചിരുന്നത്. കാലം പിന്നിട്ടപ്പോൾ മൂന്നാറിലെ വ്യാപാരികൾക്കും തോട്ടം തൊഴിലാളികൾക്കും താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കുമൊക്കെ ഔഷധക്കഞ്ഞി പ്രിയപ്പെട്ടതായി. എല്ലാ റമദാനുകളിലും ആളുകൾക്ക് കൊടുക്കാനായിട്ട് 300ഓളം ആളുകൾക്ക് കൊടുക്കാനായിട്ട് ഇവിടെ തയ്യാറാക്കുകയും എല്ലാവരും അത് വളരെ സന്തോഷത്തോടുകൂടി കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു സാഹചര്യം മൂന്നാർ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൽ 100ഓളം ആളുകൾ ഇതര സമുദായാംഗങ്ങൾ, സഹോദരങ്ങൾ വന്നവർ കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ വളരെ പുണ്യം നിറഞ്ഞ ഒരു കഞ്ഞിയായിട്ട് തന്നെ അത് ഉപയോഗിക്കുകയും ബന്ധുജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഈറ്റില്ലം എന്ന് തന്നെ പറയാവുന്ന ഒരു സ്ഥലമായിട്ട് തന്നെ നമുക്കിതിനെ കാണാം. 120 വർഷത്തിലേറെ തുടരുന്ന കഞ്ഞി വിതരണം കോവിഡ് കാലത്ത് മാത്രമാണ് മുടങ്ങിയത്. ദിവസവും 300 പേർക്കാണ് കഞ്ഞി തയ്യാറാക്കുക. ഇതിൽ 100ലേറെ പേർ വിവിധ മതവിശ്വാസികളാണ്. ആദ്യകാലത്ത് ഇവിടെ വന്നെത്തുന്ന മറ്റേ നോമ്പുകാർക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണ് തുടങ്ങി വെച്ചത്. അത് തുടർച്ചയായി മറ്റ് സമുദായങ്ങൾക്കും വെളിയിലുള്ളവർക്കും ഇവിടെ വന്നെത്തുന്നവർക്കെല്ലാം കഴിക്കുവാൻ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ഔഷധക്കഞ്ഞിയായി മാറി. തുടർന്ന് ആ കാലം മുതൽ ഇന്ന് വരെ ഏതാണ്ട് 300ഓളം ആളുകൾക്ക് ഇവിടെ കഞ്ഞി വിതരണം നടന്നു വരുന്നുണ്ട്. മതേതരത്തിന്റെയും വിശ്വാസത്തിന്റെയും രുചിയാണ് ഈ കഞ്ഞിയെ വ്യത്യസ്തമാക്കുന്നത്. വൈകിട്ട് 5:30 മുതൽ കഞ്ഞി വിതരണം തുടങ്ങും. നോമ്പുകാലത്ത് മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഈ കഞ്ഞി ഒരു ആശ്രയമാണ്. നോമ്പുകാലം ആരംഭിച്ചാൽ ജാതിമതഭേദമന്യേ നിരവധി പേരാണ് ഔഷധക്കഞ്ഞി കുടിക്കാൻ മൂന്നാറിലെ ഈ പള്ളിയിലേക്ക് എത്തുന്നത്. ഔഷധക്കഞ്ഞി കുടിച്ചാൽ അസുഖം മാറുമെന്ന വിശ്വാസവുമുണ്ട്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.